പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് വന്നത് ഒരു കാര്യം പറയാണ്. എന്നെയും എൻ്റെ ഭാര്യയും തമ്മിൽ ഞങ്ങൾ കരയോഗ അറിഞ്ഞ് ഇപ്പം ചെറിയ പ്രശ്നമുണ്ട്. അത് കരയോഗ അറിഞ്ഞ് തീർക്കാനും വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ളതിനും അത് കഴിഞ്ഞേച്ച് കോടതിയിൽ അത് അപ്രൂവ് ചെയ്യിക്കാനും ഒക്കെ ഉള്ള പരിപാടിയിലാണ്. ആവശ്യം വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത ഒരു ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രീത ഇവർ ആവശ്യമില്ലാതെ സംസാരിച്ച് റാണ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ റാണയോ വേറെ ഏതാണ്ട് ഒരു റാണ വെച്ചിട്ട് ഇവർ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് ഞങ്ങൾ ബന്ധുക്കളാണ്, അങ്ങനാണ് ഇങ്ങനാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അവരെ കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ പ്രദീപിനെയാണ് കല്യാണം കഴിച്ചത്. ഏത് പ്രദീപിനെയാണെന്നും എൻ്റെ പേര് പ്രദീപ് കുമാർ എമ്മൻ അല്ലെ പ്രദീപ് സിംഗ് റാണ എന്നാണ്. എൻ്റെ റാണ എന്ന് പേര് വരാൻ കാരണം ഞങ്ങൾ കോലി ക്ഷത്രിയ റാണ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ടാണ് റാണ എന്ന് പറയുന്നത്. എൻ്റെ അപ്പൂപ്പനായ റാണ പത്മനാഭൻ എനിക്ക് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കുറേ ഡീറ്റെയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹം മെയിലായിട്ട് കുറേ അവിടുത്തെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെയാണ് അജിത്ത് അവരുടെ അവിടുത്തെ ഞാനും ആ കുടുംബത്തിലെയാണ്. ഞാനൊരു കൊച്ചുമോനായിട്ട് വരും. ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേച്ച് ഞങ്ങളെ സാമൂഹ്യ മാധ്യമത്തിൽ വെറും തറയാക്കുന്ന പരിപാടിയുമായിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അറിയുക പോലും ഇല്ല ഞങ്ങളുടെ ബന്ധുവാണെന്നും പറഞ്ഞിട്ട് കുറേ ക്രിസ്ത്യ വിഭാഗങ്ങളും കുറേ SC ST എല്ലാവരും കൂടി വരികയാണ്. ഞങ്ങൾക്കറിയില്ല ഇവരെ ഏതാണെന്ന്. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ കാര്യങ്ങളല്ല SLC ബുക്ക് വരെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ്റെയും മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നെ ആവശ്യമില്ലാത്ത അപമാനിക്കാൻ ശ്രമിക്കരുത്. എൻ്റെ കുട്ടിയെയും എൻ്റെ ഭാര്യയും ഒന്നും. അവരെ ഒരു മുഖ സമുദായത്തിലുള്ളവരാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ സമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ അവരും അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞു. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെ കുടുംബക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളാരും തുറന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാനൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ഉണ്ടാക്കാനൊന്നും സമയമില്ല. ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോകാനാണ് ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത വഴക്കിന് വരരുതെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഇങ്ങനെയുള്ളവരെ ഞങ്ങൾക്കറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാർ പറയുക ഞങ്ങളുടെ ബന്ധുവാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ കറുത്ത ആൾക്കാരാണ് വന്നയച്ച് ചുമ്മാതെ ഞങ്ങളെ ജൂഡോ കാണിക്കുക, ഞങ്ങളെ ഞങ്ങൾക്ക് ശക്തിയുണ്ട് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ ഒന്നും കാണിക്കേണ്ട. ഞങ്ങൾ നിങ്ങളുടെ ആരുമല്ല. ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങളാരും ഞാൻ കോലി സമാജ് എന്ന് പറയുന്ന സംഘടനയാണ്. ഞാനിപ്പം ധീവര സമുദായത്തിലുണ്ടെങ്കിലും കോലി സമാജിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്കറിയാം അവിടുത്തെ പ്രസിഡൻറ്റ് ഒരു അനിൽ സാറാണ്. ആ പുള്ളി എല്ലാവരും എന്നോട് മിതമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സംസാരവും ആവശ്യമില്ലാത്ത ഇത് വെച്ചാൽ ഞാൻ കേസിന് പോവും. ഞാൻ കേസിന് പോയാൽ അവർക്കെതിരെ നടപടി ഞാൻ ഉണ്ടാക്കിയിരിക്കും. ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നടപടി സ്വീകരിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം. അത് പള്ളിയായാലും ആരായാലും ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഞങ്ങളുടെ കുടുംബജീവിതം തകരാറിലാക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഞങ്ങൾ കരയോഗം കൂടി അത് പറഞ്ഞ് ഞങ്ങളുടെ 2 അവരെയും എന്നെയും വിളിപ്പിച്ച് കാര്യങ്ങൾ ആ കരയോഗത്തിൽ സംസാരിച്ച് അത് തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ആവശ്യമില്ലാത്തത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ആവശ്യമില്ലാത്ത ഞങ്ങൾ മേനോനോ ശങ്കരനോ അല്ലെങ്കിൽ അജിത്തോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ പ്രദീപോ ആയിക്കോട്ടെ, എൻ്റെ പേര് പ്രദീപ് കുമാർ എമ്മൻ, അതാ പ്രദീപ് സിംഗ് റാണ ഉള്ള പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അത് പറഞ്ഞിട്ട് വേറെ റാണ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പേരാണ്. അത് നേപ്പാളിലുണ്ടായിരുന്ന ഒരു സമൂഹമാണ് റാണമാർ. അവർ ഇന്ന് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലുണ്ട്.
രാജസ്ഥാൻ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഒരു കുടുംബമാണ് ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടതാണ് എന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അവിടുത്തെ അമ്മ മഹാറാണി ചോദിച്ചു ആരാണ് ഇയാൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ റിലേറ്റഡ് ആണെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ആണ് ശശിഭൂഷൻ്റെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത ഞങ്ങളെപ്പറ്റി പരാമർശം ഒഴിവാക്കി പോകാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ചുമ്മാതെ പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കാം.